നമസ്കാരം. ആരോപണങ്ങൾ രാഷ്ട്രീയത്തിൽ പുതിയതല്ല. എന്നാൽ ആ ആരോപണങ്ങൾക്കിടയിലും ജനപിന്തുണ വർദ്ധിക്കുക എന്നത് പലപ്പോഴും വിസ്മയിപ്പിക്കാറുണ്ട്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അദ്ദേഹത്തിന് ലഭിക്കുന്ന വമ്പിച്ച പിന്തുണയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ നിന്ന് ലഭിക്കുന്ന ഈ പിന്തുണ രാഷ്ട്രീയ കേരളത്തെ അമ്പരപ്പിക്കുന്നു. എന്താണ് ഇതിന് പിന്നിലെ സത്യം? വിമർശനങ്ങൾ ഒരു വശത്ത് ആഞ്ഞടിക്കുമ്പോൾ മറുവശത്ത് പ്രതിരോധത്തിന്റെ കോട്ട കെട്ടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ അനുയായികൾ. സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പല വിധത്തിൽ ഉയർന്നിട്ടും അദ്ദേഹത്തിന്റെ സ്വീകാര്യതയ്ക്ക് ഒട്ടും മങ്ങലേറ്റിട്ടില്ലെന്ന് സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകൾ വ്യക്തമാക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ രാഹുലിനൊപ്പം എന്ന ഹാഷ്ടാഗിൽ അമ്മമാരും സഹോദരിമാരും പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളൊക്കെ തന്നെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. വിവാദങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ തളർത്തുവാൻ കഴിയില്ലെന്നും കൂടുതൽ കരുത്തോടെയുള്ള രാഹുലിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണെന്നുമാണ് ഇവരുടെ നിലപാട്. ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പലരും അദ്ദേഹത്തെ കൈവിടുമെന്ന് കരുതി. പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും ജനങ്ങളുമായുള്ള അടുത്ത ബന്ധവുമാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹത്തിന് തുണയാകുന്നത്. ഒരു മകനെ പോലെയും സഹോദരനെ പോലെയും രാഹുലിനെ നെഞ്ചോട് ചേർക്കുന്ന അമ്മമാരുടെയും പെങ്ങളുമാരുടെയും വീഡിയോകളും കുറിപ്പുകളും ഒക്കെ തന്നെ വൈറലാണ്. വിമർശിക്കുന്നവർ എന്തു പറഞ്ഞാലും ജനങ്ങൾക്കിടയിൽ നിന്നുള്ള ഈ വലിയ പിന്തുണ കാണുമ്പോൾ ഒന്നുറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിലെ രാഷ്ട്രീയ തിരിച്ചുവരവ് അതിവിദൂരമല്ല. ജനങ്ങൾ നൽകുന്ന ഈ വലിയ സ്നേഹം അദ്ദേഹത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയൊരു ഊർജമായിരിക്കുമെന്നതിൽ സംശയമില്ല. വിവാദങ്ങളുടെ പുകമറയ്ക്കപ്പുറം ജനകീയ പിന്തുണയുടെ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മടങ്ങി വരുമോ? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സീറ്റുണ്ടോ ഇല്ലയോ എന്നതല്ല, ജനമനസ്സുകളിൽ തനിക്ക് എന്ത് സ്ഥാനമുണ്ട് എന്നതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ യഥാർത്ഥ വിജയം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചില്ലെങ്കിലും കേരളത്തിലുടനീളം കോൺഗ്രസിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പടയോട്ടം നാം കണ്ടതാണ്. ഇന്ന് വിവാദങ്ങളുടെ പെരുമഴക്കാലത്തും രാഹുലിന് ലഭിക്കുന്ന സ്ത്രീ പിന്തുണ രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അമ്പരപ്പിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് ഉണ്ടായിരുന്നില്ല. എന്നാൽ ആവേശത്തിന്റെ കാര്യത്തിൽ രാഹുൽ മുൻനിരയിലുണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയാകാൻ കഴിഞ്ഞില്ലെങ്കിലും പാർട്ടി ആ ദൗത്യം ഏൽപ്പിച്ചില്ല എങ്കിൽ പോലും പാർട്ടിയെ നെഞ്ചിലേറ്റിയ അദ്ദേഹം കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി നടത്തിയ തീപ്പൊരി പ്രസംഗങ്ങളും ക്യാമ്പയിനുകളും ഒക്കെ തന്നെ അണികളുടെ ആവേശമാണ്. സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഒരു വശത്ത് പോയുമ്പോഴും രാഹുലിനെ കൈവിടുവാൻ അമ്മ മനസ്സുകൾ തയ്യാറല്ല. ഒരുപക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരം ആരോപണങ്ങൾ നേരിടുന്ന ഒരു നേതാവിന് സ്ത്രീകൾക്കിടയിൽ പോലും ഇത്രയും വലിയൊരു ഐക്യദാർഢ്യം ലഭിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പടരുന്ന രാഹുലിനൊപ്പം എന്ന ഹാഷ്ടാഗ് വെറും ഒരു ക്യാമ്പയിനല്ല, മറിച്ച് തങ്ങൾ വിശ്വസിക്കുന്ന ഒരു നേതാവിനുള്ള സംരക്ഷണ കവചമാണ്. വിമർശകർ പലതും പറഞ്ഞേക്കാം, എന്നാൽ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് അമ്മമാരുടെയും സഹോദരിമാരുടെയും ഇടയിൽ അദ്ദേഹത്തിനുള്ള സ്വീകാര്യത ഒട്ടും കുറഞ്ഞിട്ടില്ല. തങ്ങളെ കേൾക്കുന്ന, തങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന രാഹുലിന്റെ വമ്പിച്ച തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ഒരു വലിയ ജനക്കൂട്ടം. ഈ സ്നേഹക്കരുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്നത്. അന്ന് ക്യാമ്പയിനുകളിലൂടെ കോൺഗ്രസിനെ നയിച്ച ആ പോരാളി ഇന്ന് ജനപിന്തുണയുടെ പിൻബലത്തിൽ തന്റെ കരുത്ത് തെളിയിക്കുകയാണ്. ആരോപണങ്ങളുടെ കൂരമ്പുകൾ തറയ്ക്കാത്ത ആ ജനകീയത രാഹുലിനെ എവിടെ എത്തിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും സോഷ്യൽ മീഡിയയിൽ കൊടുമ്പിരി കൊള്ളുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ ഇതിനോടൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. മൗനം കൊണ്ടും പുഞ്ചിരി കൊണ്ടും ഈ സൈബർ യുദ്ധത്തെ നേരിടുന്ന രാഹുൽ തന്റെ കർമ്മപഥത്തിൽ തന്നെയാണ്. വിവാദങ്ങൾ ഒരു വശത്ത് പുകയുമ്പോഴും ഒരു കാര്യം പകൽ പോലെ വ്യക്തം, ഈ വൈറൽ റേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവരെക്കാളും ബഹുദൂരം മുന്നിലാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിലെ ഈ ലൈക്കുകളും വ്യൂസും വെറും നമ്പറുകൾ മാത്രമാണോ, അതോ ജനമനസ്സുകളിൽ രാഹുൽ നേടിയെടുത്ത സ്ഥാനത്തിന്റെ പ്രതിഫലമാണോ? വോട്ടെണ്ണൽ ദിനത്തിലേക്ക് കേരളം ഉറ്റുനോക്കുമ്പോൾ എല്ലാവരുടെയും ഉള്ളിലുള്ള വലിയ ചോദ്യമൊന്നാണ്, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കണ്ട ഈ വൈറൽ തരംഗം ബാലറ്റ് ബോക്സുകളിൽ യഥാർത്ഥ വോട്ടുകളായി മാറിയിട്ടുണ്ടോ? ജനപിന്തുണയുടെ ഈ മാസ്മരിക പ്രകടനം നിയമസഭയിലേക്കുള്ള വഴി തുറക്കുമോ, അതോ സൈബർ ലോകത്തെ വെറും ചർച്ചയായി ഒടുങ്ങുമോ? കാത്തിരിപ്പിന് ഇനി അധിക സമയമില്ല. ഫലം പുറത്തു വരുമ്പോൾ കേരളം ആ വലിയ സത്യം അറിയുക തന്നെ ചെയ്യും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി രാഹുൽ പങ്കുവച്ച ഉള്ളടക്കങ്ങൾക്കൊക്കെ തന്നെ ലക്ഷക്കണക്കിന് ലൈക്കുകളും കോടിക്കണക്കിന് വ്യൂസുകളും ഒക്കെയാണ് ലഭിച്ചത്. വോട്ടെടുപ്പ് അവസാനിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ ഫേസ്ബുക്ക് വീഡിയോകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നത് ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിരിക്കുകയാണെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെയും വാദം.
ലക്ഷക്കണക്കിന് ലൈക്കുകളും ലക്ഷങ്ങൾ കടന്ന വ്യൂസും ഇത് സ്വാഭാവിക ജനപ്രീതിയാണോ അതോ മാനിപ്പുലേഷൻ ആണോ എന്ന ചർച്ചയും ചൂടുപിടിച്ചിരുന്നു. രാഹുലിന്റെ ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് പോലും അന്ന് ലഭിച്ചിരുന്നത് 1.37 ലക്ഷം ലൈക്കും ഏകദേശം 20 ലക്ഷം വ്യൂസുമായിരുന്നു. പെയ്ഡ് ഐഡികൾ എന്നൊരു ആരോപണമുയർത്തി. എന്നാൽ മറുവശം പറയുന്നത് ഇതൊരു പദ്ധതിപൂർവമായ സൈബർ ആക്രമണമാണ് എന്നും ഫലപ്രഖ്യാപനത്തിന് മുൻപായി രാഹുലിന്റെ ഇമേജ് തകർക്കാനുള്ള വമ്പൻ നീക്കങ്ങളുടെ മുന്നോടിയാണെന്നും കോൺഗ്രസ് അനുഭാവികളും ചില രാഷ്ട്രീയ നിരീക്ഷകരും ആരോപിച്ചു. ഫേക്ക് റിയാക്ഷനുകൾ എന്ന ആരോപണമുയർത്തുന്ന ഇടത് പ്രൊഫൈലുകൾക്കെതിരെ ജനപ്രീതി സഹിക്കാനാവാത്ത അവസ്ഥ എന്നും വിമർശനം ശക്തമായി. വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും സോഷ്യൽ മീഡിയ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളോട് ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഫലം വരാനിരിക്കെ പോലും അദ്ദേഹത്തിന്റെ വീഡിയോകൾ വൈറൽ റേസിന് മുന്നിലാണ്. ഫലം പുറത്തു വരുമ്പോൾ ഈ വൈറൽ തരംഗം യഥാർത്ഥ വോട്ടുകളായി മാറിയിട്ടുണ്ടോ എന്നതാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്ന വലിയ ചോദ്യം. സോഷ്യൽ മീഡിയയിലെ തരംഗത്തിനിടയിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുടരുന്നത് ഗൗരവകരമായ നിയമ പ്രശ്നങ്ങളാണ്. പാർട്ടിയിലെ അച്ചടക്ക നടപടികളിലേക്ക് നയിച്ച ലൈംഗികാരോപണ കേസുകൾ ഇപ്പോൾ നിർണായക ഘട്ടത്തിലാണ്. വരാനിരിക്കുന്ന ഏപ്രിൽ 30 കോടതി വിധി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമാകും. 3 പ്രധാന ലൈംഗിക ആരോപണ കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 2 കേസുകളിൽ ഹൈക്കോടതിയിൽ നിന്നും സെഷൻസ് കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ NRI യുവതി നൽകിയ 3ാമത്തെ പീഡന കേസിൽ അറസ്റ്റിലായ രാഹുലിന് പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഈ കേസുകളിൽ അന്വേഷണം തുടരുകയാണ്. ബലാത്സംഗം, ഗർഭഛിദ്രം എന്നീ ഗുരുതരമായ കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത്. അടുത്തിടെ സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം ശരിവെച്ചെങ്കിലും പരാതിക്കാരിയെക്കുറിച്ചുള്ള ഹൈക്കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ നീക്കം ചെയ്തിരുന്നു. ഇത് കേസിലെ വിചാരണ ഘട്ടത്തിൽ അതീവ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. നിലവിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏപ്രിൽ 30 രാഹുലിന് ലഭിച്ച ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുമാണ് പോലീസ് വാദം. ഏപ്രിൽ 30 കോടതി ഈ ഹർജിയിൽ അന്തിമ തീരുമാനമെടുക്കുമ്പോൾ അത് രാഹുലിന്റെ രാഷ്ട്രീയ മടങ്ങിവരവിനെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്നും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. നിയമക്കുരുക്കുകൾ ഒരു വശത്ത് മുറുകുമ്പോഴും രാഹുലിന്റെ സ്വീകാര്യതയിൽ ഇടിവില്ല എന്നാണ് അനുയായികളുടെ പക്ഷം. എന്നാൽ കോടതി വിധികൾ എതിരായാൽ അത് വലിയ പ്രതിസന്ധിയാകും സൃഷ്ടിക്കുക. ഒരു വശത്ത് സൈബർ ലോകത്തെ റെക്കോർഡ് വ്യൂസും സ്ത്രീകളിൽ നിന്നുള്ള വമ്പിച്ച പിന്തുണയും, മറുവശത്ത് കുരുക്കായി മാറുന്ന നിയമ നടപടികളും. ഈ 2 പ്രതിസന്ധികളെയും ഒരേ സമയം അതിജീവിക്കാനുള്ള കഠിനമായ ശ്രമത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ 2ാം ബലാത്സംഗ കേസിലെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നൽകിയ ഹർജിയിലെ വാദം കേൾക്കുന്നതാണ് 30 മാറ്റിയത്. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ടാനിയ മറിയം ജോസാണ് ഹർജി പരിഗണിക്കുക. രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നൈനാൻ അതിജീവിതയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വാർത്ത പ്രചരിപ്പിക്കുന്നത് രാഹുലിന്റെ അറിവോടെയാണെന്നും ഇത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ് എന്നും ചൂണ്ടിക്കാട്ടിയാണ് SIT ഹർജി നൽകിയത്. കേസിൽ രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരായിരുന്നു. അതിജീവിതയെ ഫോൺ വിളിച്ചുവെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കോടതി താക്കീതും ചെയ്തു. രാഹുലിന്റെ മൊബൈലിൽ നിന്ന് അതിജീവിതയുടെ നമ്പർ ഉൾപ്പെടെ നീക്കണമെന്നാണ് ഉത്തരവിട്ടത്. ഇതിന് പിന്നാലെയായിരുന്നു അതിജീവിതയ്ക്കെതിരെ ഫെനി നൈനാന്റെ നേതൃത്വത്തിൽ സൈബർ ആക്രമണമുണ്ടായതായി പറയപ്പെടുന്നത്. ഇതോടെ അതിജീവിത SITക്ക് പരാതി നൽകി. വിവാഹം വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ എത്തിച്ച് ബംഗളൂരുവിൽ താമസിക്കുന്ന 23 വയസ്സുകാരെ ബലാത്സംഗം ചെയ്തുവെന്നാണ് ഈ കേസ്.